ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ബിസ്ക്കറ്റൊക്കെ എന്തിനായിരിക്കും ഇങ്ങനെ നിരത്തിയിട്ടിരിക്കണേന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഇത് വയനാട്ടിൽ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ വാങ്ങിച്ചതാണ്. ഞങ്ങൾ മാത്രമല്ല വേറെ രണ്ടുപേരും കൂടെ ഷെയർ ഇട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ഇതാണ്, അതുകൊണ്ടാണ് വാങ്ങിച്ചത്. പിന്നെ മോളെ സ്കൂളിൽ നിന്നും കൊടുക്കുന്നുണ്ടായിരുന്നു. സ്കൂളിൽ ഞങ്ങൾ ബിസ്ക്കറ്റ് തന്നെയാണ് വാങ്ങിച്ചു കൊടുത്താൽ അതേ ഞങ്ങൾക്കുള്ളൂ കൊടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. സ്കൂളിൽ പിന്നെ കുട്ടികളെല്ലാവരും കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ഡ്രസ്സ്, വെള്ളം, അങ്ങനെ എല്ലാ ആഹാര സാധനങ്ങളെല്ലാം കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ കൊണ്ടുപോയെന്നാണ് പറഞ്ഞത്. അപ്പം ഇത് ഞങ്ങളല്ലാതെ വാങ്ങിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് വേറെ ആൾക്കാർ വേറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളും കൂടെ വാങ്ങിച്ചതാണ്. ബിസ്ക്കറ്റ്, റസ്ക്, അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ബണ്ണ് അതൊന്നും വാങ്ങിച്ചില്ല. അപ്പം ബിസ്ക്കറ്റ് തന്നെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അതാണ് ബിസ്ക്കറ്റ്, റസ്ക് ഇതൊക്കെ വാങ്ങിച്ചത്. പിന്നെ 3 പേര് എന്ന് വെച്ചാൽ പുറത്തുനിന്ന് 2 പേരും കൂടെ ഷെയർ ഇട്ട് വാങ്ങിച്ചതാണ്. അപ്പം ഞങ്ങളും കൂടെ കൂട്ടി 3 പേര്, അങ്ങനെ 3 പേരും കൂടെ പോയി വാങ്ങിച്ചതാണ്. ഞങ്ങൾ പോയില്ല വാങ്ങിക്കാനായിട്ട്, വീട്ടിൽ നിന്ന് ഉള്ളവരാണ് പോയത്. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ടാണ് വീട്ടിൽ കൊണ്ടുവന്നിട്ട് എടുക്കുന്നത്. അപ്പം അത് നേരെ അടുക്കി വെക്കുന്നതാണ്. പെട്ടിയിലെല്ലാം കൂടെ വാരിയിട്ടാണ് കൊണ്ടുവന്നത് വാങ്ങിച്ച്. അപ്പോൾ അത് കൊണ്ടുപോകാൻ കണക്കിന് നേരെ അടുക്കി പറക്കി വെക്കുന്നതാണിത്. അപ്പോൾ ഇത് നേരെ അടുക്കി വെച്ചിട്ട് അപ്പോൾ പള്ളിയിൽ നിന്നാണ് കൊണ്ടുപോകുന്നത്. പള്ളിയിൽ ഉള്ളവരെല്ലാവരും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. വലിയ വണ്ടി പിടിച്ചാണ് പോകുന്നത് എല്ലാവരും കൂടെ ചേർന്ന്. അതുകൊണ്ട് കൊണ്ടുപോകുന്ന വീഡിയോ ഒന്നും ഞങ്ങൾക്ക് എടുക്കാനൊന്നും പറ്റിയില്ല, ഞങ്ങൾ പോകുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തു വയ്ക്കണതിൻ്റെ ആയിരുന്നാലും കൊണ്ടുപോകുന്നതിൻ്റെ ആയിരുന്നാലും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പള്ളിയിലുള്ളവരാണ് കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി നോക്കിയപ്പോൾ വണ്ടി അത്രയും ചെളി പിടിച്ച് കിടക്കുകയാണ്. ചെളിയും മണ്ണും ഒക്കെ വൃത്തിയേടായിട്ട് കിടക്കുകയാണ്. അപ്പം കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കഴുകാനായിട്ട് ഷാമ്പുവും എല്ലാം എടുത്തുകൊണ്ട് വന്ന് വെച്ചപ്പോൾ പൈപ്പ് തുറന്നപ്പോഴാണ് പൈപ്പിൽ നിന്ന് വെള്ളമില്ല. ലൈൻ പൈപ്പ് വെള്ളം വരുന്നു, അപ്പോൾ തുറന്നിട്ട് വെള്ളമില്ല. പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ നൂല് കണക്ക് വെള്ളം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതൊരു ബക്കറ്റ് എടുത്തുകൊണ്ട് വന്ന് വെച്ച് അതിൽ വെള്ളം പിടിച്ചാണ് കഴുകിയത്. അതിൽ വെള്ളം പിടിച്ച് കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്ന് വെച്ചാൽ വെള്ളം കുറവായിരുന്നു. ഇഷ്ടംപോലെ മണ്ണും ചെളിയും ഒക്കെ ആയിട്ട് വൃത്തികേടായിട്ട് കിടക്കുകയായിരുന്നു വണ്ടി. എത്ര വെള്ളം പിടിച്ചിട്ടും വണ്ടി കഴുകാൻ തികയുന്നുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ അത്രയ്ക്ക് വെള്ളവും ഇല്ലായിരുന്നു. നമ്മൾ ഈ ഓസിട്ട് കഴുകും പോലെ ബക്കറ്റിൽ കൊണ്ടുവന്ന് കഴുകിയാൽ വണ്ടി അങ്ങനെ വൃത്തിയാവില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഓസിട്ട് അടിച്ചല്ലേ ചെളിയൊക്കെ കളയുന്നത്. പക്ഷേ ഇതാവുമ്പോൾ ബക്കറ്റിൽ ഇങ്ങനെ കപ്പ് കൊണ്ട് കോരി ഒഴിക്കുമ്പോൾ എന്തോ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെ കഴുകാനൊക്കെ ആയിട്ട്. വണ്ടി കഴുകിയത് വൃത്തിയായില്ല എങ്കിലും ഒരുവിധം ഒപ്പിച്ച് വെച്ചു. ആര് കണ്ടാലും വണ്ടി കഴുകാതെ വൃത്തിയില്ലാതെ കൊണ്ട് നടക്കണമെന്ന് പറയില്ല, ആ ഒരു രീതിയിൽ ആക്കി വെച്ചു, അത്രയേ ഉള്ളൂ. പക്ഷേ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാനൊന്നും പറ്റിയില്ല. എന്ന് വെച്ചാൽ വെള്ളവും കുറവായിരുന്നു. അതുകൊണ്ട് വെള്ളം ഇല്ലെങ്കിൽ അകത്തുനിന്ന് എടുത്തുകൊണ്ട് വന്ന് കഴുകണം. പിന്നെ അകത്തുനിന്ന് വെള്ളം എടുത്തുകൊണ്ട് വരുമ്പം വീട്ടിനകത്ത് ടൈലിലൊക്കെ വീഴും, അതും ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഞങ്ങൾ മഴയൊക്കെ അല്ലേ, അപ്പോൾ ചവിട്ടി അകത്ത് കയറുന്നതിൻ്റെ ചെളിയും അഴുക്കും അതൊക്കെ ആയതുകൊണ്ട് പിന്നെ ഉള്ള വെള്ളത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴുകാമെന്ന് തന്നെ വിചാരിച്ചു. എന്നിട്ട് വണ്ടിയൊക്കെ കഴുകിയിട്ട് നേരെ മോളെ സ്കൂളിൽ പോയി വിളിച്ചുകൊണ്ട് വന്നു. സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം കടയിൽ പോയി അവൾക്ക് സിപ്പപ്പ് വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിച്ചു. അവൾക്ക് വാങ്ങിച്ചതിൻ്റെ കൂട്ടത്തിൽ സിപ്പപ്പും പിന്നെ വൈകുന്നേരം ചായയുടെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പലഹാരങ്ങളും വാങ്ങിച്ചു. പിന്നെ ചായ കുടിക്കുന്ന വീഡിയോ ഒന്നും എടുക്കുന്നില്ല. ഇത് കഴിഞ്ഞ് ഒരാവശ്യവും കൂടെ ഉണ്ട്. വണ്ടിയിൽ പെട്രോളും ഇല്ല. പിന്നെ ഞങ്ങൾക്ക് ആട്ടോ ഉണ്ട്. ആ ആട്ടോയ്ക്ക് ഡീസൽ വാങ്ങിക്കാനും കൂടെ പോകണം. അപ്പോൾ ആട്ടോയ്ക്ക് ഓട്ടോ ഉണ്ടെന്നാണ് പറഞ്ഞത്. വീട്ടിലുള്ള ആരെയും നിങ്ങൾക്ക് ഇതുവരെ പരിചയപ്പെടുത്തി തന്നിട്ടില്ല. ആട്ടോ വീട്ടിലുള്ളതാണോ അതോ പുറത്തുനിന്ന് വിളിച്ചതാണോ എന്നൊന്നും ആരെയും പരിചയപ്പെടുത്തി തന്നിട്ടില്ല. നിങ്ങൾക്കത് പതിയെ ഞങ്ങൾ വീട്ടിലുള്ളവരെ പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. ഡീസൽ വാങ്ങിക്കാനായിട്ട് പോകാൻ നിൽക്കുകയാണ്. വണ്ടിക്ക് ഓട്ടോ ഉള്ളത് കൊണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതിൻ്റെ കൂടെ പെട്രോളും കൂടെ അടിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഡീസൽ വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. അവിടെ ഇഷ്ടംപോലെ വീടുകളും അതേപോലെ ചെറിയ ചെറിയ കടകളും
കുറേ റബ്ബർ തോട്ടങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പോകുന്ന വഴിയിലെല്ലാം കട്ടറാണ്. അതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും കുലുങ്ങുന്നത്. മോള് ഇപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. അവൾക്ക് തോന്നുവാണെങ്കിൽ മാത്രമേ അവൾ അതിൻ്റെ കൂടെ പുറകെ ഇരിക്കുകയുള്ളൂ. നിങ്ങൾ വിചാരിക്കും ഈ ഡീസൽ വാങ്ങിക്കാൻ പോകുന്നതിന് എന്താ ഹെൽമെറ്റ് വയ്ക്കാത്തതെന്ന്. നമ്മൾ അടുത്തായത് കൊണ്ടാണ് ഞാൻ ഹെൽമെറ്റ് വയ്ക്കാഞ്ഞത്. പിന്നെ ഒരാൾ മാത്രം വെച്ചാൽ മതിയല്ലോ, അതുകൊണ്ടാണ്. അല്ലാതെ നെടുമങ്ങാടൊക്കെ പോകുമ്പം ഞങ്ങൾ രണ്ടുപേരൊക്കെ ഹെൽമെറ്റ് വയ്ക്കും. നമ്മൾ പോകുന്ന വഴിയിൽ ഓരോരുത്തർ ഇതേപോലെ കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുപോലെ നമ്മൾ പോകുന്ന വഴിയിലാണെങ്കിൽ ഇതേപോലെ കപ്പത്തോട്ടം, അതേപോലെ വാഴത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും കൂടുതലും റബ്ബർ തോട്ടങ്ങളാണ് ഉള്ളത്. അവിടെ റബ്ബർ ഷീറ്റ് അടിക്കാനൊക്കെ പാലെടുക്കാനൊക്കെ ആൾ നിൽപ്പുണ്ട്. ഇപ്പോൾ പോകുന്ന വഴിയിൽ ഇതേപോലെ തോടുണ്ട്. അവിടെ ഇതേപോലെ ഓരോരുത്തരൊക്കെ വന്നിരിക്കാറുണ്ട്. ആ സൈഡ് വന്ന് നിൽക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ മെയിൻ റോഡിലെത്തി. നമ്മൾ ഇച്ചിരി നീങ്ങിലാണ് പെട്രോൾ പമ്പ് കാണാവുന്നത്. പിന്നെ നമ്മൾ പോകുന്ന വഴിയിലാണെങ്കിൽ ഇതേപോലെ റോഡ് പണി ആയതുകൊണ്ട് അവിടെ റോഡൊക്കെ ഇടിച്ച് പൊളിച്ചൊക്കെ ഇട്ടിരിക്കുകയാണ് റോഡ് പണി ചെയ്യാനായിട്ട്. പിന്നെ അവിടെ അതിലെ കൂടെ പതുക്കെ പോകാനായിട്ട് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഗോ സ്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ എതിർ സൈഡിൽ നിന്നും വണ്ടിയൊക്കെ വരുന്നുണ്ട്. നമ്മൾ അവിടെയൊക്കെ പതിയാണ് പോകുന്നത്. നമ്മളങ്ങനെ പെട്രോൾ പമ്പ് എത്തി. ഇനി ഡീസലൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് വരണം. ഫോണ് പെട്രോൾ പമ്പ് യൂസ് ചെയ്യാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഡീസലൊക്കെ വാങ്ങിച്ചു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ നമ്മൾ വണ്ടിയിൽ പെട്രോളും അടിച്ചു. അങ്ങനെ പെട്രോളും അടിച്ച് ഡീസലൊക്കെ വാങ്ങിച്ചുകൊണ്ട് തിരിച്ച് പോവുകയാണ്. ഇടയ്ക്ക് വിളിച്ചായിരുന്നു ഇതേപോലെ എവിടെ എത്തി, പോകാൻ സമയമായെന്നും പറഞ്ഞതുകൊണ്ട്. വയനാട്ടിലൊക്കെ ഇതേപോലെ വെള്ളം കയറി അവിടെ എല്ലാം നശിച്ചു പോയിട്ടുണ്ട്. നമ്മൾ പരമാവധി സഹായിക്കുന്ന രീതിയിൽ നമ്മൾ സഹായിക്കുന്നുമുണ്ട്. നമ്മളല്ലാതെ അവർക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പാക്ക് ചെയ്ത് അവിടെ കൊടുത്ത് വിടുന്നുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. നമ്മളെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്.